ഓപ്പറേഷൻ സിന്ദൂറിൽ തകർന്നടിഞ്ഞ പാകിസ്ഥാൻ അവിടുത്തെ പ്രധാനപ്പെട്ട ഈ ഭീകര കേന്ദ്രങ്ങൾക്കെല്ലാം ഫണ്ട് നൽകിയിരുന്നു. പക്ഷെ അത് മതിയാവുന്നില്ല. കാരണം ഭീകര കേന്ദ്രങ്ങൾ കൂടുതലായി വികസിപ്പിക്കേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ വലിയ ഭീകര കേന്ദ്രങ്ങൾ മാറ്റിക്കൊണ്ട് ചെറിയ ചെറിയ ഭീകര കേന്ദ്രങ്ങൾ വികസിപ്പിക്കേണ്ടതുണ്ട്. ആധുനിക ആയുധങ്ങൾ ഇന്ത്യക്കെതിരെ പോരാടാൻ ആവശ്യമാണ്. അതിനായി ഒരു വലിയ പിരിവ് തന്നെ മസൂദ് അസറിന്റെ നേതൃത്വത്തിൽ ജെയ്ഷെ മുഹമ്മദ് ആരംഭിച്ചിരിക്കുന്നു. പള്ളികൾ കേന്ദ്രീകരിച്ച് ഗസയ്ക്കുള്ള സഹായം എന്ന പേരിലാണ് ഇത് സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്ക്, വാട്സപ്പ്, മറ്റ് അക്കൗണ്ടുകളടക്കം സഹായം അഭ്യർത്ഥിക്കുന്നത്. പക്ഷേ ഈ പണം ചെന്ന് എത്തുന്നത് ഈ ജെയ്ഷെ മുഹമ്മദിന്റെ പക്കലാണ്. കാരണം ജെയ്ഷെ മുഹമ്മദിന്റെ അക്കൗണ്ടാണ്. ഇത് കൂടാതെ തന്നെ ഈസി പേ എന്ന് പറയുന്ന ഒരു വാലറ്റ് സ്വന്തമായി തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതുപോലെ 250 വാലറ്റുകളാണ് ലോകത്ത് മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഈ വാലറ്റ് വഴി ഗസയ്ക്കുള്ള സഹായം ഇല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക ഇടപാടുകൾ എന്ന വ്യാജേനയാണ് പണം എത്തിക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ മർക്കസുകൾ, അതായത് ഈ ഭീകര കേന്ദ്രങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് $3.91 ബില്യൺ വേണം. അതായത് ഇന്ത്യൻ രൂപ ശരാശരി നോക്കുമ്പോൾ 3910 കോടി രൂപയാണ് ആവശ്യമായിട്ടുള്ളത്. ഇതിൽ പാക് അധിനിവേശ കാശ്മീരിൽ മാത്രം 4 പ്രധാനപ്പെട്ട മർക്കസുകളാണ് തുടക്കത്തിൽ തന്നെ, ഓപ്പറേഷൻ സിന്ദൂറിന്റെ തുടക്കത്തിൽ തന്നെ ഇന്ത്യൻ സേന തകർത്തത്. അതിന് ഓരോന്നിനും 1.25 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. വലിയ രീതിയിലുള്ള ആധുനിക ആയുധങ്ങൾ കൂടി വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണിത്. ഇതിനു വേണ്ടിയിട്ടുള്ള സഹായ അഭ്യർത്ഥന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ പള്ളികളിലും മറ്റുമൊക്കെ ഇത്തരത്തിൽ ലഘുലേഖകളും മറ്റും വിതരണം ചെയ്യുന്നു. ഇത് വളരെ പരസ്യമായി തന്നെ പാകിസ്ഥാനിൽ നടക്കുന്നുവെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. നമുക്കറിയാം, ഈ പാകിസ്ഥാൻ പറഞ്ഞിരുന്നത് ജെയ്ഷെ മുഹമ്മദിനെ തങ്ങൾ നിരോധിച്ചിട്ടുണ്ട് എന്നും അവരുടെ ഭീകരന്മാരെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടുമാണ് IMF ഫണ്ടിന് വേണ്ടി ബ്ലാക്ക് ലിസ്റ്റിൽ നിന്നും ഗ്രേ ലിസ്റ്റിലേക്ക് കടന്നത്. പക്ഷേ ഇതോടുകൂടി തന്നെ എന്താകും സ്ഥിതി എന്നറിയില്ല. ഏതായാലും പാക് സർക്കാരിൻ്റെ കൂടി പിന്തുണയോടുകൂടി തന്നെയാണ് ഈ പ്രവർത്തനം. കാരണം പാക് സർക്കാർ ഇപ്പോൾ അവർക്ക് നിലവിൽ നൽകുന്നത് 10 കോടി രൂപ മാത്രമാണ് മന്ത്ലി അവർക്ക് അവരുടെ മുമ്പോട്ടുള്ള പോക്കിന്, അതായത് ഭീകരന്മാർക്ക് മുമ്പോട്ടുള്ള പോക്കിന് നൽകുന്നത്. ഇത് മതിയാകില്ല എന്ന് കരുതിക്കൊണ്ടാണ് ഗസയുടെ മറവിൽ, അതായത് ഗസയിലെ സഹായം എത്തിക്കണം, ഗസയിലെ മനുഷ്യാവകാശം, ഇത് പറഞ്ഞുകൊണ്ടാണ് ജെയ്ഷെ മുഹമ്മദ് ഇപ്പോൾ വലിയ പിരിവ് ആരംഭിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.